വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. 30 ദിവസത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് തുടങ്ങിയിട്ട് ഇന്ന് 19ാമത്തെ ദിവസമാണ്. നമ്മൾ 19ാമത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പഠിക്കാൻ പോകുന്നത്. എല്ലാം തന്നെ പഠിച്ചിരിക്കുന്നത് LGS മോഡലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. അപ്പൊ ഇനി പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാവും. അതിൽ 9 ക്വസ്റ്റ്യൻസ് ടീച്ചർ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചിലർ പറയുണ്ടായി ആൻസർ ഉള്ളത് അപ്ലോഡ് ചെയ്യാൻ. അപ്പൊ ഞാൻ ആദ്യം ഒരെണ്ണം അപ്ലോഡ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നി എന്താ വെച്ചാ, ഇപ്പൊ നിങ്ങൾ ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾ പരീക്ഷ എഴുതുന്ന പോലെ കൃത്യമായിട്ട് OMR ഷീറ്റ് ഒക്കെ വെച്ച് നിങ്ങളൊന്ന് എഴുതി നോക്കാം. അപ്പൊ ആൻസർ ഉള്ളത് ടീച്ചർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊപ്പം ആൻസർ കീ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ? അതുകൊണ്ടാണ് ടീച്ചർ അത് ചെയ്യാത്തത്. അപ്പൊ കാര്യഗൗരവത്തോടു കൂടി ഇത് നിങ്ങൾക്ക് അത്രയും ഉപകാരപ്രദമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായി ക്വസ്റ്റ്യൻ പേപ്പർ ടോപ്പിക്സിന്റെ ക്ലാസ്സും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് മനസ്സിലാവും അതിന്റെ ഗുണം. അപ്പൊ ടീച്ചർ കൂടുതൽ സമയം വർത്തമാനം പറഞ്ഞ് കളയുന്നില്ല. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. എവിടെയാണ് എന്നാണ് ചോദിക്കണേ. മഹാരാഷ്ട്രയിലാണ്. അപ്പൊ എന്താ വെച്ചാ, നമ്മളോട് ഇതിനു മുമ്പും പലപ്പോഴും ഇന്ത്യയിൽ ആദ്യത്തെ, ഇത് 3 ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വനിതാ സർവകലാശാല ആരംഭിച്ച വ്യക്തി ആരാണ്? DK കാർവെയാണ്. ആരംഭിച്ച സ്ഥലം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ആരംഭിച്ച വർഷം എന്നാണ്? 1916 അങ്ങനെ തന്നെ സെലക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. അടുത്ത, ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമായത് ഏതാണ്? ആനന്ദമഠമാണ്. അപ്പൊ സന്യാസി കലാപത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സന്യാസി കലാപം നടന്ന ബംഗാളിലാണ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നടന്നിട്ടുള്ള കുറേയധികം നോവലുകൾ എഴുതിയിട്ടുണ്ട്. അതില് ആനന്ദമഠം നോവലാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോവൽ. ഈ ചോദ്യം മുമ്പും ചോദിച്ചിട്ടുള്ളതാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻവാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് ആരാണ് ഈ സംഭവത്തെ കുറിച്ച്, ജാലിയൻവാലാബാഗ് സംഭവത്തെ കുറിച്ച് പറഞ്ഞത്? ഗാന്ധിജിയാണ് പറഞ്ഞത് അല്ലെ. അടുത്തത്, ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ ഏതാ പറയാ? ബംഗാളാണ് പറയാ. ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളിനെയാണ്. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആരാണ്? പഠിച്ചിട്ടുള്ളതാണ് അൽ ഹിലാൽ. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെയാണ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്താനാണ് പറഞ്ഞേക്കണേ. ഏതാണ് തെറ്റെന്ന് നോക്കാം. ആദ്യം തന്നെ വായിച്ചു നോക്കാം. ആമുഖം ജവഹർലാൽ നെഹ്റു ആണ്. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ എന്താണ്? 3-ാം ഭാഗത്താണ്. നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധിജിയുടെയാണ്. അടുത്തത് എന്താണ്? ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ. നെഹ്റു അല്ലേ? അപ്പൊ അത് തെറ്റാണല്ല. അപ്പൊ തെറ്റ് ഏതാണ്? ഓപ്ഷൻ D ആണ് തെറ്റ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്താനാണ് പറഞ്ഞേക്കണേ. ദൃഢവും അയവുമായിട്ടുള്ള ഭരണഘടനയാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട്. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന ഇല്ല. മാർഗനിർദ്ദേശക തത്വങ്ങളുണ്ട്. അപ്പോ 3 ശരി. 1, 2, 4 അല്ലെ. അത് ഓപ്ഷൻ C ആണ്. അപ്പൊ അതിലെ ശരിയെന്ന് മനസ്സിലാക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാകുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഇതൊക്കെ ആരാ ചെയ്യാം? പാർലമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അടുത്ത ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം മൗലിക അവകാശമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൗലിക അവകാശമാണ്. അടുത്തത് രണ്ടും മൗലിക അവകാശം അല്ല. അടുത്ത ചോദ്യം എന്താണ്? നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ഇത് ആരുടെ വാക്കുകളാണ്? പ്ലേറ്റോയുടെ വാക്കുകളാണ്. അടുത്ത ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹം ആരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കുന്നതിന് വേണ്ടി വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി. ശ്രദ്ധിക്കുക, മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി ഉണ്ടാകൂ. ഇത് പറഞ്ഞതാണ്. അതൊക്കെ പറഞ്ഞേ ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു. തന്നിരിക്കുന്ന ജോഡികളിൽ ഏതാണ് തെറ്റ് എന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റ്
ഏതാണ്? അയ്യങ്കാളി കല്ലുമാല സമരം ശരി. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ ശരി. വൈകുണ്ഠസ്വാമികൾ ഐത്യത്തിനെതിരെ കിണറുകൾ കുഴിച്ചു. സ്വാമി കിണർ എന്നൊക്കെ പറഞ്ഞ നമ്മൾ മുന്തിരി കിണർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു. രാമകൃഷ്ണ പിള്ള തെറ്റാണ്. അപ്പോ തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് ഓപ്ഷൻ ഡി ആണ്. അടുത്തത് ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS അല്ലെ മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? എവിടെയാണ് പ്രവർത്തിച്ചത്? ലണ്ടൻ മിഷണറി സൊസൈറ്റി തിരുവിതാംകൂറിലാണ്. ലണ്ടൻ മിഷണറി സൊസൈറ്റി തിരുവിതാംകൂറിലാണെങ്കിൽ ചർച്ച് മിഷൻ സൊസൈറ്റി CMS കേട്ടിട്ടില്ലേ? അത് എവിടേക്കാണ്? അത് കൊച്ചിയിലും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തിരുവിതാംകൂറിലും ഉണ്ടായിരുന്നു. അപ്പൊ കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ ഉണ്ടായിരുന്നത് ഏതാണ്? CMS ആണ്. അടുത്തത് BEM. എന്താണ് BEM? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഇത് എവിടെയാണ് ഉണ്ടായിരുന്നേ? മലബാറിലാണ്. ഇത് മുമ്പൊക്കെ കൂടുതലും LDCക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഇപ്പൊ ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ CMS എവിടെയാണ് ഉണ്ടായിരുന്നേ? ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചിയിലും തിരുവിതാംകൂറിലും ഉണ്ടായിരുന്നു. ഇനി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അഥവാ BEM ഉണ്ടായിരുന്നത് മലബാറിലാണ് എന്ന് മനസ്സിലാക്കിക്കോളാം. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടന്നത് 1924 നവംബർ മാസം 1-ാം തീയതിയാണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് EMS നമ്പൂതിരിപ്പാടാണ്. അടുത്ത ചോദ്യം, 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തെ ലോകസഭയാണ്? 18ാമത്തെ ലോകസഭയാണ്. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ആരാണ്? പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന എന്താണ്? അതായത് 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാറാണ് പഞ്ചശീല തത്വം. ശരിയാണ്. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. അതും ശരിയാണ് അല്ലെ. ഇനി അടുത്തത് ബന്ധമില്ലാത്തത്, അത് തെറ്റെന്നാ ചോദിച്ചേക്കണേ കേട്ടോ. അപ്പൊ തെറ്റാണ് നമ്മൾ നോക്കണ്ടേ. ലാൽ ബഹദൂർ ശാസ്ത്രിയും ആയൂബ് ഖാനും എന്താണ് കരാറിൽ ഒപ്പുവെച്ചു കേട്ടോ. ഇനി ജവഹർലാൽ നെഹ്റുവും ചൗവൻലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. അതാണ് ശരി. അപ്പൊ ഏതാണ് തെറ്റ്? നമ്മുടെ 3-ാമത്തേതാണ് തെറ്റ്. 3 മാത്രമാണ് ഇതില് എന്ത് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ സി 3 മാത്രം ട്ടോ. താഴെ തന്നിരിക്കുന്നവയെ കാലഗണനയനുസരിച്ച് ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കണേ. 19ാമത്തെ ചോദ്യം എന്താണ്? ആദ്യം ഫസ്റ്റ് A ആണ് ഇതിന്റെ ആൻസർ. A ആണ് ഓപ്ഷൻ. അതായത് ഇത് ക്ലിയർ ആയിട്ട് ഓപ്ഷൻ ABC അങ്ങനെ 1, 2, 3, 4 നിന്ന് തന്നെയാണ് അതിന്റെ കാലഗണന. ഇന്ത്യ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നത് നോക്കിക്കോളോ. 1962 ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന അഥവാ ISRO നിലവിൽ വന്നു 1969. അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ഏത്? ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ചന്ദ്രയാൻ ദൗത്യം എന്നാണ്? 2008 അപ്പൊ ഓപ്ഷൻ ABCD അങ്ങനെ എന്റെ മക്കളെ ശരി ട്ടോ. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് 20ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്കുശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ തന്നിരിക്കുന്നത്. ഇരുമ്പുരുക്കുശാലകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ അല്ലെ? അപ്പൊ ഇതിൽ എന്താ പറയണ്ടേ? നമ്മള് തെറ്റായത് ഏതാന്നാ പറയണ്ടേ അല്ലെ? തെറ്റായത് ബിലായ് സോവിയറ്റ് യൂണിയൻ ശരി. റൂർക്കേല ജർമ്മനി ശരി. ദുർഗാപൂർ ബ്രിട്ടൻ ശരി. ബൊക്കാറോ തെറ്റ്. ബൊക്കാറോ എവിടെയല്ല? ഫ്രാൻസ് അല്ല ട്ടോ. ഫ്രാൻസിന്റെ സഹായമല്ല. 21 ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ്? ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ പ്രസ്താവന കണ്ടെത്താനാ പറഞ്ഞേക്കണേ. ഏതാണ് ശരിയായ പ്രസ്താവന? ശരിയായ പ്രസ്താവന ഏതാണ്?
നോക്കൂ, 21ാമത്തെ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1951-56 ശരിയാണല്ലോ. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. അടുത്തത് വ്യാവസായിക വികസനത്തിന് നേതൃത്വം നൽകി. തെറ്റ്. കൃഷിക്കാണ് പ്രാധാന്യം നൽകിയത്, അപ്പൊ അത് തെറ്റ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി. ശരി. ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. ശരി. അപ്പൊ ഏതാ ശരി മക്കളെ? 1, 3, 4. ഓപ്ഷൻ ബി അല്ലേ ശരി. 22ാമത്തെ ചോദ്യം. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസന ക്ഷേത്രം മഹാക്ഷേത്രങ്ങളാണ്. ഇതാരാ പറഞ്ഞേ? എപ്പോഴും പഠിപ്പിച്ചു തരുന്ന ചോദ്യമാണ് അല്ലെ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. ജവഹർലാൽ നെഹ്റു ആണ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാന്റെ പേര് എന്താണ്? അശോക് കുമാർ ലാഹിരി എന്നാണ്. ആരാണ്? അശോക് കുമാർ ലാഹിരി. അദ്ദേഹമാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23-നാണ്. ഓപ്ഷൻ ഡി ആണ്. 25ാമത്തെ ചോദ്യം. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്ന് കണ്ടെത്തുക. അതായത് പട്കായ് ബം ഇന്ത്യയിലെ ഉള്ളതാണ്. അടുത്തത് മിസോ കുന്നുകൾ ഉള്ളതാണ്. ഗാരോ ഖാസി കുന്നുകൾ ഉള്ളതാണ്. അപ്പൊ ഇത് മാത്രമാണ്, കിഴക്കൻ ഹിമാദ്രി മാത്രമാണ്. 1, 2, 4 ശരി. 1, 2, 4 ഓപ്ഷൻ സി ആണ് ശരി ട്ടോ. 26ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ തീരസമതലം, പടിഞ്ഞാറൻ തീരസമതലം. ടീച്ചർ തീരസമതലങ്ങൾ പരീക്ഷയ്ക്ക് പറഞ്ഞു തന്നുണ്ട്. പടിഞ്ഞാറൻ തീരസമതലങ്ങളെ നമ്മൾ ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം എന്നിങ്ങനെ 3ആയി തിരിക്കണു. പഠിച്ചിട്ടില്ലേ? ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മളിത് ഏതിലാ പറഞ്ഞു തന്നിട്ടുള്ളത്? ഹോട്ട് ടോപ്പിക്സിൽ അല്ലെ. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചോളൂ. അപ്പൊ 26ാമത്തെ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ പറയണേ. ഇന്ത്യൻ പടിഞ്ഞാറൻ തീരസമതലങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ തെറ്റ് അല്ലെ. ശരിയല്ലാത്തത് കണ്ടെത്താൻ. ശരിയല്ലാത്തത് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ ശരിയാണ്. ഡെൽറ്റ രൂപീകരണം തെറ്റാണ്. അടുത്തത് എന്താണ്? കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. അതും തെറ്റാണ് ട്ടോ. അതും കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. അത് ശരിയാണ്. താരതമ്യേന വീതി കൂടുതലാണ്. തെറ്റാണ്. അപ്പൊ 2ഉം 4ഉമാണ് ഇതിൽ തെറ്റ്. 2ഉം 4ഉം തെറ്റ്. അപ്പൊ ഓപ്ഷൻ സി. ഏതാ മക്കളെ? റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നു. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. അതാണ് ഇന്ത്യൻ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ട്ടോ. 26 കഴിഞ്ഞാൽ ഇനി 27ാമത്തെ ചോദ്യം എന്താണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഇന്നലെ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ ആൻഡമാനിലെ പുതിയൊരു കാര്യത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം കേട്ടോ. 27ല് ഉത്തരം എന്താണ്? ശരിയായത് കണ്ടെത്താൻ പറഞ്ഞത് 2ഉം 3ഉമാണ് ശരി. 2ഉം 3ഉം ഓപ്ഷൻ ബി ആണ് ശരി. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. പ്രസ്താവനയിൽ ശരിയായത് 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ ട്ടോ. അതായത് പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ് സമൂഹത്തിന്റെ തലസ്ഥാനം. ഈ 2 PSC കൊടുത്തത്. ശരിക്കും ആൻഡമാൻ നിക്കോബാറിലെ ഏകദേശം 572ഓളം ദ്വീപുകൾ ഉള്ളത് ഉണ്ട്. അതിൽ 38 എണ്ണത്തിൽ മാത്രമാണ് ജനവാസം ഉള്ളതെന്ന് നമ്മള് പഠിക്കുന്നുണ്ട്. അപ്പോ ഇതില് പക്ഷെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്ന് കണ്ടെത്താൻ പറഞ്ഞപ്പോ PSC ഞാൻ എപ്പോഴും വളരെ ശ്രദ്ധിച്ച് ഓപ്ഷൻസ് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ആൻസർ പറഞ്ഞിരുന്നത്. കാരണം എന്തുകൊണ്ടാണെങ്കിൽ ചില കാര്യങ്ങൾ PSCയിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും. പക്ഷെ ഈ PSC ഇത് ഓപ്ഷൻ ബി ആണ് തന്നേക്കണേ. 2, 3 ട്ടോ. ശരിയായത് ഏതാണ്? 2ഉം 3ഉമാണെന്നാണ് അവർ പറഞ്ഞേക്കണേ. ക്ലിയർ ആയില്ലേ? അപ്പോ ഇതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാറുള്ളത്. എന്താ ശരിയായത് കണ്ടെത്താൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് ഇങ്ങനെയാണ് ട്ടോ. അടുത്തത് 28ാമത്തെ ചോദ്യം. താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. ഏതൊക്കെയാണ്? പാരദീപ്, ഒഡീഷയിലെ പാരദീപ്, അതുപോലെ തന്നെ ഹാൽഡിയ തുറമുഖം അല്ലെ. ഇത് 2ആണ്. 3ഉം 4ഉമാണ് ഏത്? 28ാമത്തെ ആൻസർ ഡി ആണ് ട്ടോ. അടുത്തത് ഏത് പോഷക നദിയാണ്? ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? ഏത് നദിയുടെ? കൃഷ്ണയുടെ പോഷക നദിയാണ് തുംഗഭദ്ര ട്ടോ. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവ താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്താൻ. ശരിയല്ലാത്തത് എവിടെയാണ്? ഏതാണ്? ചീയപ്പാറ, പത്തനംതിട്ട. അതാണ് ശരിയല്ലാത്തത്. വാഴച്ചാൽ, തൃശ്ശൂര്,
പാലരുവി കൊല്ലം, തുഷാരഗിരി കോഴിക്കോടൊക്കെ ശരിയാണ്. ഇനി 31ാമത്തെ ചോദ്യം, കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തൂ എന്നാണ് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ, ശരിയാണ്. വേമ്പനാട്ടുകായലിൽ പതിക്കുന്ന പമ്പാ നദിയുടെ പോഷക നദിയാണ് കക്കിക്കല്ലാറ്, ശരിയാണ്. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലയിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു, ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ കേട്ടോ. ഇനി അടുത്തത് 32, കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്താൻ. ദേശീയോദ്യാനം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി, ശരി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി, ശരി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഇരവികുളം, തെറ്റ്. പാമ്പാടും ചോലയാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം, ശരിയാണ്. അപ്പൊ 1, 2, 4 ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ ബി ആണ് ഇതിലെ ശരിയായിട്ടുള്ള ആൻസർ. അടുത്തത് 33, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ. തെറ്റായ പ്രസ്താവന, ജലവൈദ്യുത പദ്ധതികളിൽ തെറ്റായത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ചു കാനഡ, ശരിയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റിയാടിയാണ്, ശബരിഗിരി അല്ല. സ്വകാര്യ മേഖലയിൽ അപ്പോ ഏതാണ് 1 അല്ലെ 33 രണ്ടാമത്തെ തെറ്റാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ, ശരിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ടാണ്. അപ്പൊ ഇതും തെറ്റാണ്. അപ്പോ എന്താണ് 2ഉം 4ഉമാണ് തെറ്റ്. 2ഉം 4ഉം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് അതിലെ ആൻസർ. 34, കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരി അല്ലാത്തത് എന്നാണ് പറയണേ. അപ്പൊ തെറ്റായത് കണ്ടെത്താനാ പറയണേ. നോക്കൂ, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം 1. അപ്പോ എന്താണ് അത് തെറ്റാണ്. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം, കുന്നും മലനാട്, ഇത് ഇടനാടിന്റെ കാര്യമാണ് പറയണത് കേട്ടോ. അടുത്ത, മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ് എന്ന് പറയുന്നതും ശരിയാണ്. അപ്പൊ 34A 1 മാത്രമാണ് തെറ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം എന്നാണ് ചോദ്യം. 35 സി ആണ് ആൻസർ. 35-ല് 1, 2, 4 അഞ്ജു ബോബി ജോർജ്, സിനി ജോസ്, KT ഇർഫാൻ എന്നിവർ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവരാണ്. അടുത്തത് 36ാമത്തെ ചോദ്യം, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവന. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. കേരഫെഡ്, മത്സ്യഫെഡ്, മിൽമ എന്നിവയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പൊ ഇത് തെറ്റാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. അപ്പൊ ഇതും തെറ്റാണ്. മത്സ്യബന്ധന മേഖലയിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഓപ്ഷൻ യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? അപ്പോ ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഓപ്ഷൻ ഡി, 2ഉം 3ഉം യോജിക്കാത്ത പ്രസ്താവനയാണ്. ഇനി അടുത്ത 37, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാറാണ്. കടൽ തീരമില്ലാത്ത കേരളത്തിലെ ജില്ല ഏതാണ്? പത്തനംതിട്ടയാണ്. അടുത്തത്, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത നമ്പർ 3 ആണ്. ചന്ദ്രയാൻ 3 ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ഓഗസ്റ്റ് 23-നാണ്. 2023-ലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് SK വസന്തനാണ്. 2023-ലെ. അപ്പൊ 2024-ലെ ആരാണെന്ന് ചോദിച്ചാൽ NS മാധവനാണ്. 2024 NS മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2025-ലെ എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപിള്ളയാണ്. KG ശങ്കരപിള്ളയാണ്. ഇത് 3 പഠിച്ചിട്ടുള്ളൂ മക്കളെ. അടുത്തത് 42ാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയുടെ പേര് കെടാവിളക്ക് എന്നാണ്. എന്താണ് കെടാവിളക്ക്? അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യത്തെ താരം വിരാട് കോഹ്ലിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? എന്തൊക്കെ കാര്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യണേന്നാ ചോദിച്ചേക്കണേ. അതായത് വോട്ടർ പട്ടിക തയ്യാറാക്കും, ശരിയാണ്. തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കും, ശരിയാണ്.
വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം ഒക്കെ നടത്തും, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കും. അപ്പൊ ഇതൊക്കെ ശരിയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നതാണ് ഇവിടെ ഇതൊക്കെ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് ആരാണ്? ആരൊക്കെയാണ്? ഈ സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും കൂടി ചേർന്നാണ് അത് ചെയ്തത്. ഇനി 46, താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ്? നെല്ല് ഒരു ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണമാണ്. 47, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏതാണ്? അപ്പോ ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തേക്കാണ്. ഇന്ത്യയിലെ കാപ്പി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ നമ്മൾ പറയാ? കർണാടക ട്ടാ. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന മുന്തിയ തരം കാപ്പി ഇനങ്ങൾ അറബിക്ക, റോബസ്റ്റ തുടങ്ങിയവയാണ്. അറബിക്ക, റോബസ്റ്റ. അപ്പൊ ഇത് രണ്ടും അതിലെ ഉത്തരങ്ങൾ ആയതുകൊണ്ടായിരിക്കാം PSC അത് ഡിലീറ്റ് ചെയ്തത്. അടുത്ത ചോദ്യം, ISRO സ്ഥാപിതമായ വർഷം 1969. ISROന്റെ നേരത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ അല്ലെ. ഇപ്പൊ രണ്ടാമത്തെയാണ്. അടുത്തത് യുനെസ്കോ സാഹിത്യ നഗരം. എത്രയോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കാണുന്നു, കോഴിക്കോട്. അടുത്തത് 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ്. ഇനി അടുത്ത ചോദ്യം 51, ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 107 ആണ്. അടുത്ത ചോദ്യം എന്താണ്? സൂര്യനെ കുറിച്ച് പഠിക്കാൻ അല്ലെ, ആദിത്യ L1. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ളത് ദൗത്യം ഏതാണ്? ആദിത്യ L1 ആണ്. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഏറ്റവും ചെറിയ അസ്ഥി എവിടെ സ്ഥിതി ചെയ്യുന്നു? ചെവിയിൽ സ്ഥിതി ചെയ്യുന്നു അല്ലെ. മനുഷ്യത്തിൽ ഏറ്റവും ചെവിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ചെവി. നമ്മള് ക്ലാസ്സിൽ ചെവിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് എടുത്തു തന്നിട്ടുണ്ട്. എന്താ പറയാ, ഹോട്ട് ടോപ്പിക്സിൽ പഠിക്കണം കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. 54. 54-ല് 1-ഉം 4-ഉം ആണ് ശരി. അതായത് 1-ഉം 4 പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത അല്ലെ. വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്. അടുത്തത് വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് സ്കർവി അല്ലേ. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്തത അല്ലെ. അതുമല്ല. ഇനി ബെറിബറി എന്ന രോഗം വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു, അത് ശരിയാണ്. അപ്പൊ ഓപ്ഷൻ 1-ഉം 4-ഉം ആണ് ശരി. 55, ബുദ്ധിമാന്റെ നെല്ല് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? പൊക്കാളിയെയാണ്. നമുക്കറിയാം പൊക്കാളി നെല്ലിന്റെ പ്രത്യേകത ഒരാളോളം പൊക്കത്തില് വളരുന്നതും ലവണ പ്രതിരോധ ശേഷി, അതായത് ഉപ്പുവെള്ളത്തെ അതിജീവിക്കാൻ സാധിക്കുന്നതും വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും അതിജീവിക്കാൻ ശേഷിയുള്ളതുമായ നെല്ലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊക്കാളി നെല്ല് എന്ന് പറയുന്നത്. കേരളത്തിൽ പ്രധാനമായും എവിടെയാണ് പൊക്കാളി നെല്ല് കാണപ്പെടുന്നത്? കോൾ നിലത്തിലാണ് കാണപ്പെടുന്നത് ട്ടാ. ഇനി അടുത്തത്, ഇത് കോൾ നിലത്താണ് കാണപ്പെടുന്നത് പുഞ്ചക്കാലത്ത്. വിരിപ്പ, മുണ്ടകൻ, പുഞ്ച എന്ന് പറയുന്ന 3 സീസൺ ഉണ്ട്. പുഞ്ചക്കാലത്താണ് ഇത് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് എന്നും കൂടി ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത്, കേരള വന ഗവേഷണ കേന്ദ്രം, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു പീച്ചി. ആഹാര ശൃംഖലയിലെ 1-ാമത്തെ ട്രോപിക തലത്തിലെ ജീവികൾ എപ്പോഴും ആരായിരിക്കും? ഉൽപാദകരായിരിക്കും. 1-ാമത്തത് ഉൽപാദകരായിരിക്കും. അടുത്ത ചോദ്യം, പവിഴപ്പുറ്റുകൾ, കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അരുൺ അലോഷ്യസ് ആണ്. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയത് ഏത് സ്ഥാപനമാണ് എന്നാണ് ചോദ്യം. ബാർക്കാണ് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. താപത്തിന്റെ SI യൂണിറ്റ് ജൂളാണ്, അത് ശരിയാണ്. താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ, അതും ശരിയാണ് കേട്ടോ. ഇത് രണ്ടുമാണ് തെറ്റ്. 1-ഉം 4-ഉം ആണ് ശരിയായിട്ടുള്ള ആൻസർ. 1-ഉം 4-ഉം ഓപ്ഷൻ എ. അടുത്തത് 61, താഴെ പറയുന്നവയിൽ തെറ്റായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് പറയുന്നത്. പവറിന്റെ പാട്ട് അത് ശരിയാണ്. ഊർജം ജൂള് ശരിയാണ്. പ്രവൃത്തി ജൂള്. ബലം ആണ് തെറ്റ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് തെറ്റ്. 62, അലുമിനിയത്തിന്റെ ഒരു ധാതുവാണ് ഏത്? ക്രയോലൈറ്റ് എന്നത്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം ബേക്കലൈറ്റ്. ഏതാണ്? ബേക്കലൈറ്റ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ എന്ത്? ഏതാണ്? അതായത് ദീർഘദൃഷ്ടി പരിഹരിക്കാം,
വെള്ളെഴുത്ത് പരിഹരിക്കാം ട്ടോ. ഏതാണ്? ദീർഘദൃഷ്ടി പരിഹരിക്കാം, വെള്ളെഴുത്ത് പരിഹരിക്കാം. അപ്പോ 2ഉം 3ഉമാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. 64 കഴിഞ്ഞ 65-ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. 65-ാമത്തെ ചോദ്യം, 2023 സെപ്റ്റീമിയാസിസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ് ആണ്. 38-ാമത്തെ ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഏതാണ്? കോയമ്പത്തൂരാണ്. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണ് ശരി? ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. അപ്പൊ ആദ്യത്തെ മാത്രമാണ് ശരി, 1 ട്ടോ. ഇനി അടുത്ത ചോദ്യം 68, അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതാണ്? മലമ്പനിയാണ്. ശരിയായ ജോഡി ഏതാണ് ശരിയായ ജോഡി? 69-ൽ BCG ക്ഷയം, അത് ശരിയാണ്. അപ്പൊ ബാക്കി അത് മറ്റതൊക്കെ കാണപ്പെടുന്നത് തെറ്റാണ്. 69 1 മാത്രമാണ് ശരി ട്ടോ. ഇനി ഇതിന്റെ ഒന്നും എക്സ്പ്ലനേഷൻ ഞാൻ പറയാത്ത, ഇതൊക്കെ മുമ്പ് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? ഇരുമ്പാണ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തതിന് ഉദാഹരണം ഹീമോഫീലിയയാണ്. ഫാറ്റി ലിവറും പക്ഷാഘാതവും പ്രമേഹവും ഒക്കെ അങ്ങനെയാണ്. താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതിക്ക് വിളിക്കുന്ന പേര് മൃതസഞ്ജീവനിയാണ്. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? അശ്വമേധം കുഷ്ഠമാണ് അല്ലെ. അശ്വമേധം കുഷ്ഠം. നിപ്പയുടെ പ്രകൃതിയാലുള്ള വാഹക ജീവി ആരാണ്? വവ്വാലാണ്. ഇനി ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണുവിന്റെ പേര് വൈറസ് എന്നാണ്. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സ ഏതാണ്? ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? അലോപ്പതി ചികിത്സ ആയുഷ് വകുപ്പിൽ പെടില്ല കേട്ടോ. ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി ഒക്കെ ഉണ്ട്. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി എന്താണ്? വിമുക്തിയാണ് എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിക്ക് വിളിക്കുന്ന പേര് എന്താണ്? മെഡിസെപ്പ് എന്നാണ്. ശൈശവവിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിക്ക് വിളിക്കുന്ന പേര് എന്താണ്? പൊൻവാക്ക് എന്നാണ്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാൽ ആണ്. അപ്പൊ ഇന്നും നമ്മള് എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു? 80 ക്വസ്റ്റ്യൻ പഠിച്ചു. ഒരു ക്വസ്റ്റ്യൻ ആണ് അതിൽ PSC ഡിലീറ്റ് ചെയ്തത് അല്ലെ. അപ്പൊ 19-ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കുക. അതായത് 19 × 80 എത്രയാണ്? 19 × 80 8 72 അല്ലെ. 7 ഒരു 8 8 7 15. നമ്മൾ 1520 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളെന്നോ അല്ലെങ്കിൽ ആവർത്തന ചോദ്യങ്ങളെന്നോ അങ്ങനെയൊന്നല്ല. അതായത് PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് 1520 ചോദ്യങ്ങൾ പഠിച്ചത്. ഈ 1520 ചോദ്യം പഠിച്ചപ്പോ ആദ്യം ചിലപ്പോൾ 1520 നിങ്ങൾക്ക് അറിയാത്തുണ്ടാവും. ഇപ്പൊ പക്ഷെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ചോദ്യങ്ങൾ അറിയാത്തതുണ്ട്? കൂടിയ 10ഓ 12ഓ ചോദ്യങ്ങൾ നിങ്ങൾ ചില ആദ്യം കുറച്ച് അത്ര അധികം സിലബസ് ഒന്നും കവർ ചെയ്യാത്ത കുട്ടികൾക്കാണെങ്കിൽ മാത്രം, കവർ ചെയ്ത കുട്ടികൾക്ക് ഈ 80 എണ്ണം എഴുതുമ്പോ എന്താണ് ഒരു 77 76 ഉണ്ടെങ്കിലും അറിയുണ്ടാവണം അല്ലെ. നിങ്ങൾ പഠിച്ച കുട്ടികളാണ്, 100 ഡേയ്സ് ക്ലാസ്സിൽ ഇരുന്നുണ്ട്, ഹോട്ട് ടോപ്പിക്സ് പഠിക്കുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാത്സ് 80 എണ്ണത്തിന്റെ കാര്യം പറഞ്ഞാൽ മാത്സ് നമ്മൾ 100 ഡേയ്സിൽ എടുത്ത് തന്നിട്ടുണ്ട്. മാത്സും ഒക്കെ നിങ്ങൾ പഠിച്ച് ഭംഗിയായിട്ട് ഇനി അടുത്ത ലാസ്റ്റ് എക്സാം നമ്മൾ 30-ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 80-ൽ 80ഉം GKയുടെ ഭാഗത്ത് കിട്ടുമെന്നുള്ളത് ടീച്ചറുടെ ഗ്യാരണ്ടിയാണ്. പറയണ പോലെ നിങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചു പോയാട്ടോ.